ഓം ശാന്തി. പലപ്പോഴും പല പരിപാടികളും പല ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യുമ്പോഴും ഒരുപാട് ആളുകൾക്ക് അറിയാൻ ഇഷ്ടമുള്ളതായിരിക്കുന്ന അഥവാ ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റാണ് നല്ല ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരൂ എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഈ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതെന്ന് പോലും പലർക്കും അറിയില്ല, ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് പേജിൽ ഫോട്ടോ വന്നാൽ നമ്മൾ ലീഡറായി എന്നാണോ? അതോ ഫിലിം സ്റ്റാർസിനെ പോലെ വലിയ വലിയ പ്രോഗ്രാംസ് നടത്തി അല്ലെങ്കിൽ വലിയ ബർത്ത്ഡേ പാർട്ടികൾ നടത്തി അതുകൊണ്ട് നമ്മൾ ലീഡർ ആവുന്നതാണോ? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി കറങ്ങി നടന്നു അതുകൊണ്ട് നമ്മൾ വലിയ ലീഡർ ആവുന്നതാണോ? ഒരിക്കലുമല്ല. ഒരു ട്രൂ ലീഡർ, ഒരു സത്യമായിരിക്കുന്ന നല്ല ലീഡറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാൻ നോക്കിയാൽ, നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കുന്ന വിജയികളായിരിക്കുന്ന ജീവിത കഥകൾ വായിച്ചു നോക്കിയാൽ കോമൺ ആയിരിക്കുന്ന ചില ക്വാളിറ്റീസ് അവരെ എല്ലാവരെയും അവരിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അത്തരം ക്വാളിറ്റീസാണ് ഗാന്ധിജിയെ ആക്കുന്നത്, മദർ തെരേസയെ ആക്കുന്നത്. പലർക്കും അവനവൻ്റെ ജീവിതത്തിൽ എത്തേണ്ടതായിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിച്ച സമൂഹ എന്നും ഓർമ്മിക്കുന്ന ലീഡേഴ്സ്, അവരുടെ കാലം കഴിഞ്ഞാൽ പോലും അവരുടെ കാലടികളിൽ നമുക്ക് നടക്കാൻ സാധിക്കും എന്ന് മറ്റുള്ളവർ ആഗ്രഹത്തോടെ പറയുന്നതായിരിക്കുന്ന ലീഡേഴ്സ്, ആ ലീഡേഴ്സിന് കുറച്ച് കോമൺ ആയിരിക്കുന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഇന്ന് അതിൽ മുഖ്യമായ മൂന്ന് കാര്യങ്ങൾ അതെന്താണ് എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് കറേജ് അഥവാ ധൈര്യം എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ കൂടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാനായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മുന്നിൽ നിന്ന് ആ കാര്യത്തെ നേരിടാൻ വേണ്ടതായിരിക്കുന്ന ശക്തി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു തളർച്ചയോ ഒരു തോൽവിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തളർച്ച ആ തോൽവി നടക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിന് ആ ടീമിന് ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ ആ ഫെയിലിയറിൻ്റെ കൂട്ടത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൻ്റെ കൂടെയുള്ള ആളുകളെ താങ്ങി നിർത്താൻ അഥവാ വേണ്ടപ്പോൾ മുന്നിലും അല്ലെങ്കിൽ പിന്നിലും അല്ലെങ്കിൽ നടുവിലും നിന്നുകൊണ്ട് എല്ലാവർക്കും സപ്പോർട്ടാവാൻ കഴിയുന്നതായിരിക്കുന്ന വ്യക്തിത്വം, അതിന് വേണ്ടതായിരിക്കുന്ന ധൈര്യം, വേണമെങ്കിൽ ആരോട് പോലും ഏറ്റുമുട്ടാനുള്ളതായിരിക്കുന്ന ശക്തി, എന്തിനും നേരിടാനുള്ളതായിരിക്കുന്ന ധൈര്യം, ഇതെല്ലാം ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ടിം കുക്ക്, ആപ്പിളിൻ്റെ CEO ആയിരിക്കുന്നതായിരിക്കുന്ന ടിം കുക്ക്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2015 എന്ന് പറയുന്നതായിട്ടൊരു വർഷം അതൊരു ക്രൂഷ്യലായിരിക്കുന്ന ഇവൻ്റ് ആയിരുന്നു. 2015 സയ്യദ് ഫറൂഖ് എന്നതായിരിക്കുന്ന തീവ്രവാദികളുടെ തലവൻ എന്നറിയപ്പെട്ടതായിരിക്കുന്ന അദ്ദേഹമായിരുന്നു അന്നത്തെ ടെററിസത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഫോണിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടി 4 ഡിജിറ്റ് കൊണ്ടായിരുന്നു അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന അറ്റാക്കുകളെയും സീക്രട്സും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കോർട്ട് ആപ്പിൾ കമ്പനിയുടെ അടുത്ത് ഇങ്ങനെ ഏതൊരു ലോക്കിനും ഓപ്പൺ ചെയ്യത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കണ്ടെത്താൻ വേണ്ടി 40 പേജ് അടങ്ങുന്നതായിരിക്കുന്ന ഒരു ഓർഡർ നൽകി. അദ്ദേഹം ആ 40 പേജുള്ളതായിട്ടുള്ള ഓർഡറും കൊണ്ട് തൻ്റെ കമ്പനിയിൽ ആരുടെയൊക്കെ മൈൻഡ് ഹെഡ് പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ഓരോരോ പേജും ഓരോ വരിയും പഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തി. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അറിയിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കോർട്ടിന് വേണ്ടി കണ്ടെത്താനുള്ളവർക്ക് ചെയ്യാൻ സാധ്യമല്ല. ആ സമയത്ത് ഇലക്ഷൻ അടുത്ത് വന്നതായിരിക്കുന്ന സമയമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഈവൻ ട്രംപ് അടക്കം ആ സമയത്ത് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കോർട്ടിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. പക്ഷേ അദ്ദേഹം ആലോചിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ആർഗ്യുമെൻ്റ് ഇതായിരുന്നു, ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ സാധനം അത് തെറ്റായ കൈകളിലേക്ക് ഞാൻ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വിപത്തുണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവും. അതിലപ്പുറം കോടിക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവനവൻ്റെ ആ ഫോൺ വാങ്ങുന്ന സമയത്ത് അവരുടെ സീക്രട്ടിനെ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നതായിരിക്കുന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് അവരെ കമ്പനിയിൽ നിന്ന് വാങ്ങിയതായിട്ടുള്ള ആ ഫോൺ വാങ്ങിയതായിട്ടുള്ള എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രൈവസീനെ തകർത്തുകൊണ്ട് ഏതെങ്കിലും കുറച്ച് ആളുകളുടെ തിന്മയെ കണ്ടെത്താൻ വേണ്ടി എല്ലാവരുടെയും നന്മയെ തകർക്കാനായിട്ട് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടെത്തി
ഒത്തില്ല എന്നും അമേരിക്കൻ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കാനുള്ളതായിരിക്കുന്ന ധൈര്യം അദ്ദേഹം കാണിച്ചു. ആദ്യം പലരും വിചാരിച്ചു ആദ്യം ആരും അദ്ദേഹത്തിന് കൂട്ടുണ്ടാവില്ലെന്നാണ്. അവസാനം പോളിന് വിടേണ്ടതായിട്ട് വന്നു. 50%-ലധികം ആളുകൾ ആ സമയത്ത് ടിം കുക്കിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നതായിരിക്കുന്ന തീരുമാനം അവസാനം കോർട്ടിനെടുക്കേണ്ടതായിട്ടും വന്നു. 2015 അമേരിക്കൻ ഗവൺമെൻറ് അഥവാ കോർട്ടിന് എഗെയിൻസ്റ്റായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തൻ്റെ ഒറ്റയാൻ പട്ടാളത്തിൻ്റെ മുന്നിലായിരുന്നു അദ്ദേഹം ആദ്യം നിന്നത്. തൻ്റെ ദൃഢമായിരിക്കുന്ന പ്രതിജ്ഞയുടെ അഥവാ ദൃഢസങ്കല്പത്തിൻ്റെ ആധാരത്തിൽ അതിലവസാനം അമേരിക്കൻ ഗവൺമെൻറ്റിന് പോലും തോൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളുടെ കൂടെ തൻ്റെ ടീമിന് വേണ്ടി തന്നിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് വേണ്ടി ഗവൺമെൻറ്റിനോട് പോലും എതിരിടേണ്ടി വന്നാൽ അതിനും തയ്യാറായിക്കൊണ്ട് ഉറച്ചു നിൽക്കാനുള്ളതായിരിക്കുന്ന ആ ഒരു ദൃഢസങ്കല്പത്തിൻ്റെ ശക്തി അത് തന്നെയാണ് ടിം കുക്കിനെ ഒരു നല്ല ലീഡറാക്കി മാറ്റുന്നതും. അപ്പം അതുകൊണ്ട് നല്ല ലീഡറുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് കറേജ്. എവിടെയാണോ നമ്മുടെ കൂടെ ടീമിൻ്റെ കൂടെ നിൽക്കേണ്ട അവിടെ നിൽക്കാൻ, തോൽവിയിലാണെങ്കിലും അവിടെ, അഥവാ ഒരു ഫൈറ്റിലാണെങ്കിൽ മുന്നിൽ ഇടയിൽ നിന്നുകൊണ്ട് ഇൻസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ. നമ്മൾ പഴയ കാലത്തെ ലീഡേഴ്സ് നോക്കിയാൽ അറിയാം, നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന 500-600 പടയാളികളെ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് പടയാളികളെടുത്ത് യുദ്ധം ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി, ആ ധൈര്യം, തൻ്റെ ജീവിതം പോലും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് ചാടി വീഴാനുള്ളതായിരിക്കുന്ന ചങ്കൂറ്റം, അത് ട്രൂ ലീഡറുടെ ഇൻസ്പിറേഷനിൽ നിന്ന്, ധൈര്യത്തിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു നല്ല ലീഡർ എന്ന് വെച്ചാൽ ആദ്യം വേണ്ട ക്വാളിറ്റി തന്നെ ധൈര്യമാണ്. രണ്ടാമത് കമ്പാഷൻ, മറ്റുള്ളവരോട് സഹാനുഭൂതി. സഹാനുഭൂതിയിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. ഒരാൾക്ക് വിഷമം വരുമ്പോൾ അയ്യോ പാവാണ് എന്ന് സഹതപിക്കുന്ന ആളുകൾ നമുക്ക് കുറേ കാണാം. പക്ഷേ മറ്റുള്ളവരുടെ വിഷമം എന്തെന്ന് സ്വയം നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് അവരുടെ ദുഃഖത്തിനെ സ്വന്തം ദുഃഖത്തിൻ്റെ അതേ ഡെപ്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി കൊടുക്കാനും സാധിക്കുള്ളൂ. ആ ഒരു ഗുണം അത് നല്ല ലീഡേഴ്സിൽ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നല്ല ലീഡറാണെങ്കിൽ ഒരു ഡ്രീമർ ആയിരിക്കും. പറയാറുണ്ട് ഒരു ലീഡർ എന്ന് വെച്ചാൽ ഭൂമിയിൽ നടക്കും, അതേസമയം ചളി അവരുടെ മേലെ ഏൽക്കാതിരിക്കുകയും മേഘങ്ങൾ പോലെ ഉയർന്നു ജീവിക്കുകയും മേഘങ്ങളിൽ സ്വയം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഒരു നല്ല ലീഡർ എന്ന് പറയാറുണ്ട്. അവരെപ്പോഴും വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ളതായിരിക്കുന്ന ഒരു കാഴ്ച. നമുക്കൊരു ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം. അദ്ദേഹം ആദ്യത്തെ പ്രസിഡൻ്റായി വന്ന സമയത്ത് 2020 ഭാരതത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഡ്രീം ചെയ്യാനായി സാധിച്ചിരുന്നു. ആ ഡ്രീമാണ് ഒരു റിയൽ ലീഡറുടെ ഒറിജിനൽ കപ്പാസിറ്റി. ഇന്ന് മാത്രം കാണുന്ന ആൾ ലീഡറല്ല, അന്നത്തെ മാത്രം സുഖം ചിന്തിക്കുന്ന ആൾ ലീഡറല്ല. സദാകാലത്ത് സുഖം ചിന്തിക്കാനും നമ്മൾ ജീവിക്കുന്നതായിരിക്കുന്ന സമൂഹത്തിൻ്റെ തലമുറകൾക്കപ്പുറത്തുള്ളതായിരിക്കുന്ന കാര്യത്തെ പോലും കണ്ടുകൊണ്ട് ഈ ലോക സംഗ്രഹാർത്ഥം എന്ന് ഗീതയിൽ പറയുന്ന ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാലം അപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ഇന്ന് തന്നെ തൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും തൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കാനുള്ള ശക്തി അവർക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്നുവെങ്കിൽ അവരാണ് ട്രൂ ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് ആവശ്യം ദ ട്രൂ ലീഡർമാരെയാണ്. മുന്നിൽ പേപ്പറിൽ ഫോട്ടോ വരുന്നവർ മാത്രം ലീഡേഴ്സ് അല്ല, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ട്രൂ ലീഡർ എന്ന് പറയാൻ പറ്റില്ല. ഒരു ട്രൂ ലീഡർ എന്ന് വെച്ചാൽ അർത്ഥം തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ അനേക ജീവിതങ്ങളെ പടുത്തുയർത്താനുള്ള ശക്തിയാകാൻ സാധിക്കുമെങ്കിൽ, അവരുടെ ധൈര്യമാകാൻ സാധിക്കുമെങ്കിൽ, അവരുടെ ഇൻസ്പിറേഷനാകാൻ സാധിക്കുമെങ്കിൽ, അവരുടെ വേദനകളെ തൻ്റെ വേദനയായിട്ട് അനുഭൂതി ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമുക്ക് അവരുടെ കമ്പാഷൻ കാണിക്കാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരുടെ മനസ്സുകളിൽ പോലും യഥാർത്ഥമായ സ്വപ്നത്തിൻ്റെ അഗ്നി കത്തിക്കാൻ കഴിയുമെങ്കിൽ അവരാണ് ട്രൂ ലീഡർ. അതുകൊണ്ട് ഈ ക്വാളിറ്റി എല്ലാ മനുഷ്യന്മാർക്കും അവനവൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പതുക്കെ പതുക്കെ ജ്ഞാനത്തിൻ്റെ പ്രായോഗികതയുടെ ആധാരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലീഡറാവാൻ സാധിക്കട്ടെ, ഈ ക്വാളിറ്റികൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.